ഇന്നലത്തെ എൻ്റെ വണ്ടിയുടെ RC ബുക്ക് ചോദിച്ചതിനാണ് എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് കൊടുത്ത് ഞാൻ അവരുടെ ഓഫീസ് തല്ലിപ്പൊളിച്ചെന്നോ ഓഫീസിൽ കയറിയിട്ട് അവർ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഞാനല്ല തടസ്സപ്പെടുത്തിയത്, അവരെ തന്നെയാണ് തടസ്സപ്പെടുത്തിയത്. കാരണം 353 വകുപ്പാണ് എൻ്റെ പേരിൽ എടുത്തേക്കുന്നത്. കഴിഞ്ഞ നവംബർ 26 മുതൽ ഇവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് മാറ്റി തരാമെന്നും പഴയ പേപ്പർ RC കാർഡാക്കി തരാമെന്നും പറഞ്ഞ് അവർ തന്നെയാണ് കാശ് മേടിച്ചത്. അതിന് 500 രൂപ. RC ബുക്ക് പ്രിൻ്റ് ചെയ്ത് പണ്ട് പേപ്പറിലുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് കാർഡാക്കണതിന് 700 രൂപ. ഇതൊന്നും കൂടാണ്ട് 45 രൂപ വെച്ച് അഡീഷണൽ മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഓരോ RTO ഓഫീസുകളിൽ നിന്നും പ്രിൻ്റ് അടിച്ചാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പം അതെല്ലാം കൂടി കേരള സംസ്ഥാനത്തിലെ മുഴുവനും ഈ പറയുന്ന തേവര ഡിപ്പോയിൽ അവരുടെ പ്രിൻറ്റിങ് യൂണിറ്റിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ഒരാൾക്ക് പോലും പ്രിൻ്റ് കൊടുക്കാത്തത്? അതിൻ്റെ പേരിൽ ഇവർ മേടിച്ചേക്കണ കാശൊക്കെ എവിടെയാണ്? അത് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നലെ ചെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പരാതി കൊടുത്തപ്പോഴും പരാതി കൊടുക്കുന്നവരെ അവർക്ക് ആർക്കും പരാതി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ തേവര സ്റ്റേഷനിൽ കൃത്യമായിട്ട് തേവര സ്റ്റേഷനിൽ ഞാൻ എൻ്റെ ഈ പരാതി കൊടുക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇതാണ് എൻ്റെ പരാതി. ഞാൻ ഇന്നലെ പരാതി കൊടുക്കുകയും അതിനെനിക്ക് കൈപ്പറ്റ രസീത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കണോ? ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരാതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ പേരിൽ കേസെടുക്കുകയുണ്ടായത്. അത് ചട്ടവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് 353 വകുപ്പ് മാത്രം ഇട്ടത്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾ നിയന്ത്രണം വിട്ടാൽ എന്തൊക്കെ ചെയ്യും? ഓഫീസ് തല്ലി പൊളിക്കും. ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. 4 തവണ ഞാൻ അവരുടെ ഓഫീസിൽ കയറിയിട്ടുണ്ട്. 4 തവണയും അവർ കാടില്ല എന്ന് പറയും. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഈ പൈസ അടച്ചവരെ പൈസ അവരെന്ത് ചെയ്തു? ഒരു കാർഡിന് 25 രൂപ പോലും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ പൈസയൊക്കെ എവിടെ? ആ എണ്ണത്തിൽ മാത്രം 7 കോടി കട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നത്. ആ കാശ് എവിടെയോ? അത്രയും ഞാൻ പറഞ്ഞോളൂ. ഇതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. ആ തിരിമറി എനിക്ക് RC ബുക്ക് കിട്ടണം, അതെനിക്കുള്ള റൈറ്റാണ്. അല്ലെങ്കിൽ എൻ്റെ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ അവർ സ്വന്തം ചെലവിൽ എനിക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് ബാക്കി വണ്ടി പണിത് തരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തോട്ടെ. ആ ഷുവർട്ടി അവർ കേൾക്കുവാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അതവർക്ക് പറ്റത്തില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? എനിക്ക് കിട്ടേണ്ട എൻ്റെ അവകാശമാണ്. ഞാൻ സർക്കാരിലേക്ക് 745 രൂപ അടച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് RC ബുക്ക് കിട്ടേണ്ടത്. എൻ്റെ റൈറ്റ് ഉണ്ട്. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെയും ടാക്സിക്കാരൻ്റെയും എല്ലാവർക്കും പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒറിജിനൽ RC കൊണ്ടേക്കാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടേ ഹാജരാക്കണം. ഇതൊക്കെ എവിടെയാണ്? കാശ് അങ്ങോട്ട് മേടിക്കാനുള്ളതല്ലോ, ഇങ്ങോട്ടും കിട്ടാനുള്ളതല്ലേ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ച പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ആരും അറിയാണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ജഡ്ജിയുടെ എൻ്റെ സത്യാവസ്ഥയും കോടതി അതിനകത്തുള്ള എൻ്റെ പരാതിയും ബാക്കിയെല്ലാം കണ്ടതുകൊണ്ടാണ് ജഡ്ജി എനിക്ക് ജാമ്യം അനുവദിച്ചത്. ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നോട് സ്റ്റേറ്റ് വിട്ട് പോരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓഫീസിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ച അവിടെ പോയി ഒപ്പിടണമെന്നും പറഞ്ഞു. ഈ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. കാരണം ഞാൻ ഒരാളായിട്ടും യുദ്ധം ചെയ്യാനോ തല്ല് പിടിക്കാനോ ഒന്നും പോകുന്നില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം ഇതാണ്. ഇത് വെച്ച് തന്നെ ഞാൻ നിയമപരമായിട്ട് നേരിടും. അതിന് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുള്ളൂ. അല്ല വക്കീൽ, ഈ 353 ആണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടി എന്താണ്? നമ്മളൊരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുമ്പോഴാണ് ഇടുന്നത്. അത് ഇത് RC ബുക്ക് ചോദിക്കാനാണ് അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ കുത്തിയിരിക്കുമെന്നും പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് അവരിട്ടേക്കുന്നത്. അവരിപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ അവർക്ക് അസഭ്യം പറഞ്ഞു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനായിട്ട് ഞാനല്ലല്ലോ. അവർ തന്നെ സാമ്പത്തിക തിരിമറി നടത്തിയിട്ട് അവർ തന്നെ പ്രവർത്തനം നിർത്തി വെച്ചേക്കുവാണ്. കഴിഞ്ഞ നവംബർ 26 മുതൽ അവിടെ പ്രിൻറ്റിംഗ് ഇല്ലല്ലോ. പിന്നെ എന്ത് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? ഇരുന്ന് വർത്താനം, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇരുന്ന് വർത്താനം പറയണതാണോ പ്രവർത്തനം? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ കഴിഞ്ഞ നവംബർ മുതൽ ശമ്പളം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. എല്ലാ മാസവും അവർ ശമ്പളം കിട്ടിയില്ല. അവരുടെ പാർട്ടിയും അവരുടെ സംഘടനയൊക്കെ കൂടി വന്നിരുന്ന് പ്രതിഷേധം നടത്തുമല്ലോ. അതെന്താ അവർക്ക് മാത്രമുള്ളത് പ്രതിഷേധവും ബാക്കി ബഹളങ്ങളും? എനിക്കുണ്ടാക്കണ്ടേ? ഞാൻ ഈ കേരള സംസ്ഥാനത്തിലെ എൻ്റെ നികുതി കൂടെ അടച്ചിട്ട് ഓടുന്ന സർക്കാരാണിത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, എനിക്ക് കിട്ടേണ്ട റൈറ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതിനാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്ന സംസ്ഥാനം പോലും കേരളമാണ്.
പിന്നെ ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരാനെന്താ കുഴപ്പം? ഇത്രയും നാൾ നിസ്സാര പൈസ ഉണ്ടായുള്ളൂ. ഇപ്പം അത് 500 ആയി ലൈസൻസിൻ്റെ ഫീസ് പുതുക്കണേന്. അതും കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മാത്രം പോരല്ലോ. ഇപ്പം അവർ പറഞ്ഞ RC ബുക്ക് അതിപ്പോൾ മറ്റേ പേപ്പർ പ്രിന്റ് മാറ്റിയിട്ട് കാർഡ്, ആ കാർഡാക്കിയതിന് 750 രൂപ 700 രൂപ അവരുടെ ഫീസ്. ഇതിന് മാത്രം തോന്നുന്നു ഇത്ര വിലയുള്ളത്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏകദേശം ഇങ്ങനെ ഇരിക്കും കാർഡ്. ഇതിനാകപ്പാടെ പുറത്ത് മാർക്കറ്റിൽ 10 രൂപ 15 രൂപ തൊട്ട് മേലോട്ടുണ്ട്. 25 രൂപ ഉള്ളൂ ഇതിന് മാക്സിമം MRP. ഇതിനാണ് അവർ 200 രൂപ വെച്ച് മേടിച്ചത്. എനിക്കെന്തായാലും ഇത് ചാത്തനാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്ക് ഒറിജിനൽ കാർഡ് തരാൻ ബാധ്യതയില്ലേ? അല്ലെങ്കിൽ അവർ കാർഡ് വേണ്ട, എനിക്ക് പഴയ പ്രിന്റ് അടിച്ചു തന്നോ. 10 പൈസയല്ലേ പേപ്പറിനുള്ളൂ. സർക്കാരിനാകുമ്പോൾ ബണ്ടിൽ കണക്കിന് എടുക്കണതുകൊണ്ട് 10 പൈസയ്ക്ക് താഴെ കിട്ടും. എനിക്കത് ഇതൊരു പ്രിന്റ് അടിച്ചിട്ട് എനിക്ക് ലാമിനേറ്റ് ചെയ്ത് തന്നേര്. അപ്പോഴും നിങ്ങൾക്ക് 10 രൂപയല്ലേ മൊത്തം ചിലവ് വരുന്നുള്ളൂ. ബാക്കി 700 ചില്ലാൻ 690 രൂപ അപ്പോഴും നിങ്ങൾക്ക് ലാഭമുള്ളൂ. ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ 6.5 കോടിയിൽ 7 കോടി രൂപ നിങ്ങൾ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. കട്ടവനെ കൊണ്ട് തന്നെ ഞാൻ ഈ പൈസ ഞാൻ ഈ കോടതിയിൽ ഞാൻ അടപ്പിക്കാണ്ട് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് നിങ്ങളാരും സ്വപ്നം കാണണ്ട. അത് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട്. പരാതിപ്പെട്ടത് ക്ലർക്ക്, പരാതിപ്പെടാനായിട്ട് ക്ലർക്കിന് എന്താ അധികാരം? ആ കാണുന്നത് ജുഡീഷ്യൽ കോംപ്ലക്സ് ആണ്. കോടതിക്ക് അവിടെ ഇരുന്നൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ജഡ്ജിക്ക് പരാതി പറയാൻ പറ്റത്തില്ല, രജിസ്ട്രാർക്കാണ് അതിന് പരാതി പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ എൻ്റെ പരാതി പറഞ്ഞേക്കുന്നത് അവരൊന്നുമല്ല, ക്ലർക്കാണ്. അപ്പോൾ ക്ലർക്കാണ് ഇവിടെ ഓഫീസുകൾ കൈകാര്യം ചെയ്യണത്. അപ്പോൾ സൂപ്രണ്ട് എവിടെയാ? MVD എവിടെ? MBI എവിടെ? ഇവരൊക്കെ എവിടെ പോയത്? ക്ലർക്കിന് എന്താ അധികാരം? ഒരു ഓഫീസ് കൈകാര്യം ചെയ്യണ ക്ലർക്കല്ല. കാരണം ഇവരൊരു പരാതി പറഞ്ഞാൽ നാളെ നമ്മളതിനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇവരിൽ പലരും ജയിലിൽ പോകും. അതറിയാവുന്നതുകൊണ്ടാണ് ക്ലർക്കിനെ വെച്ച് പരാതി കൊടുത്തത്. ക്ലർക്കിനെ വെച്ചും പരാതി കൊടുക്കാൻ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കൊടുത്ത പരാതി സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ RC ബുക്ക് മേടിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തപ്പോഴാണ് ക്ലർക്ക് എൻ്റെ പേർക്ക് പരാതി കൊടുത്തത്. അവർ കൊടുത്ത സമയവും ഞാൻ കൊടുത്ത സമയവും നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കൊടുക്കുന്ന പരാതി 1:45-49 അതേപോലെ ടൈം എഴുതിയിട്ടുണ്ട്. 1:59 PM ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും 6.5-7 കോടി രൂപയോളം ഇവർ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. കട്ട പൈസ തിരിച്ചടക്കണം. അതിനെയാണ് മോഷണം എന്ന് നാട്ടിൽ പറയുന്നത്. അല്ലാണ്ട് ഈ കട്ടുകൊണ്ട് പോയിട്ട് 18% GST അടച്ചാൽ അത് പുണ്യാളത്തരമാകുന്നൊന്നും ഞാൻ പറയൂല. അത് വേറെ ആളെ നോക്കിയാൽ മതി. എന്തായാലും കട്ട പൈസ തിരിച്ചടപ്പിക്കാണ്ട് എനിക്ക് വിശ്രമമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ.